ഒന്നാമത്തെ രണ്ടാമത്തെ വാക്യം ഒന്ന് വായിക്കണം. हम भजन संहिता 4 अध्याय उसके पहले और दूसरे पद को हम पढ़ेंगे। है मेरे धर्ममय परमेश्वर, जब मैं पुकारूं तब तू मुझे उत्तर दे। जब मैं सकेती में पड़ा तब तूने मुझे सहारा दिया। मुझ पर अनुग्रह कर और मेरी प्रार्थना सुन ले। है मनुष्य के पुत्रों, कब तक मेरी महिमा का अनादर होता रहेगा? तुम कब तक व्यर्थ बातों से प्रीति रखोगे और झूठी युक्ति की खोज में रहोगे? ആമേൻ. आमेन। വളരെ മനോഹരമായിരിക്കുന്ന ഒരു വേദചിന്തയാണ് നാം വായിച്ചിരിക്കുന്നത്. काफी सुंदर एक परमेश्वर के वचन को हमने पढ़ के सुना है। സങ്കീർത്തനം 4 അധ്യായം അതിന്റെ 1 വാക്യം. भजन संहिता 4 अध्याय उसका पहला पद। അതിൻ്റെ അത് ഇങ്ങനെ കിടക്കുന്നത്, എന്റെ നീതിയായ ദൈവമേ, ഞാൻ വിളിക്കുമ്പോൾ ഉത്തരമരുളണമേ. वचन इस प्रकार वहां कहता है धर्ममय परमेश्वर, जब मैं पुकारूं तो मुझे उत्तर दे। അതിന്റെ അകത്ത് നിന്ന് ഒരു വാക്ക് നാം എടുക്കാൻ പോകുന്നത്, ഞാൻ ഞെരുക്കത്തിലിരുന്നപ്പോൾ നീ എനിക്ക് വിശാലത വരുത്തി. और उसमें से एक शब्द हम हालेलुया इस प्रकार देखेंगे, अगला पद जो कहता है, जब मैं सकेती में पड़ा तब तूने मुझे सहारा दिया। ഹല്ലേലൂയ. ഞെരുക്കത്തെ വിശാലതയിലേക്ക് മാറ്റുന്ന ഒരു ദൈവം, हमारी सकेती को विशालता में बदलने वाला परमेश्वर। ഇന്ന് ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന കർത്താവിന്റെ മക്കളെ, आज इस प्रार्थना सभा में जुड़े हुए प्रभु के लोगों, കഴിഞ്ഞ 20 വർഷത്തിന്റെ പിന്നിലുള്ള ജീവിതമല്ല, അല്ലെങ്കിൽ 10 വർഷത്തിന്റെ പിന്നിലുള്ള ജീവിതമല്ല ഇപ്പൊ നാം അനുഭവിക്കുന്നത്. ഒത്തിരി വിശാലത നമ്മുടെ പല വിഷയങ്ങളിലും ദൈവം കൽപ്പിച്ചാക്കിയിട്ടുണ്ട്. पिछले 20 साल पुराना जीवन नहीं है जो आज हम जी रहे हैं। हमारी हर एक अवस्थाओं में से एक बड़ी विशालता को प्रभु ने हमें दिया है। നമ്മുടെ ദൈവം വിശാലത വരുത്തുന്ന കർത്താവാണ്. हमारा परमेश्वर विशालताओं को, बढ़ोतरियों को देने वाला परमेश्वर है। വിശ്വസിക്കുന്നവർ ദൈവത്തെ സ്തുതിക്കണം. जो लोग विश्वास करते हैं वे परमेश्वर की स्तुति करें। ഏതെല്ലാം ഞെരുക്കങ്ങൾക്കകത്താണോ നിങ്ങൾ ആയിരിക്കുന്നത്, നിങ്ങൾ വിശ്വസിക്കുക. എല്ലാവരും കൂട്ടമായി പ്രാർത്ഥിക്കുമ്പോൾ യേശുവിന്റെ നാമത്തിലുള്ള വിശാലതകൾ നമ്മുടെ ആത്മീക ജീവിതത്തിന്റെ മേൽ, നമ്മുടെ ഭൗതിക ജീവിതത്തിന്റെ മേൽ, നമ്മുടെ ശാരീരിക വിഷയങ്ങളുടെ മേൽ കർത്താവ് കൽപ്പിച്ചാക്കാൻ പോകുകയാണ്. हालेलुया। आप लोग विश्वास करें, हम कितने भी सकेती में या संघर्ष में क्यों ना जी रहे हो, मगर जब कलीसिया मिलकर प्रार्थना करती है, हर एक हालेलुया आर्थिक, भौतिक, हालेलुया शारीरिक, आत्मिक विषयों में परमेश्वर विशालताओं को, बढ़ोतरियों को देने जा रहा है। നമ്മുടെ ദൈവം ഞെരുക്കത്തിന്റെ ദൈവമല്ല, നമ്മുടെ ദൈവം വിശാലതയുടെ ദൈവമാണ്. हमारा परमेश्वर सकेती का, संघर्षों का परमेश्वर नहीं, मगर वो बढ़ोतरियों का, विशालता का परमेश्वर है। നമ്മളെ ഞെരുക്കത്തിലേക്ക് പറഞ്ഞു വിടുന്ന ദൈവമല്ല, നമ്മളെ വിശാലമായ അനുഭവത്തിലേക്ക് മാറ്റുന്ന ഒരു ദൈവമാണ്. हमें सकेती की ओर धकेलने वाला परमेश्वर नहीं है, वो हमें विशालता की ओर लेकर जाने वाला परमेश्वर है। ആത്മീയമായ നിലയിൽ കർത്താവിനെ സ്വാതന്ത്ര്യത്തോടെ ആരാധിപ്പാൻ പറ്റാത്ത ദൈവത്തിന്റെ ജനം ഞെരുക്കങ്ങൾ അനുഭവിക്കുന്നുണ്ടോ? ആത്മീയ മേഖലയിൽ ഇന്ന് രാവിലത്തെ ഈ സമയത്തെ ദൂത് നിങ്ങൾ ഏറ്റെടുക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ഒരാത്മീയ വിശാലത ദൈവം കൽപ്പിച്ചാക്കാൻ പോകുകയാണ്. हालेलुया। आत्मिक मंडली में यदि परमेश्वर के लोग आजादी के साथ प्रभु की आराधना नहीं कर पा रहे हैं, सकेती में क्या आपका जीवन है? आज सुबह का संदेश स्वीकार करे, विश्वास करे, परमेश्वर एक बड़ी विशालता प्रभु देने जा रहा है। രണ്ടാം സങ്കീർത്തനം ദാവീദിന്റെ സങ്കീർത്തനമാണ്. चौथा भजन दाऊद का भजन है। കുടുംബത്തിന്റെ അകത്തൊക്കെ ഒത്തിരി ദുഃഖങ്ങൾ അനുഭവിച്ചൊരു മനുഷ്യനാണ് ദാവീദ്. दाऊद अपने परिवार में काफी दुख को सहने वाला एक व्यक्ति था। കുടുംബത്തിന്റെ അകത്ത് ഒത്തിരി ഞെരുക്കങ്ങളിലൂടെ കടന്നുപോയ ഒരു വ്യക്തിയാണ്. अपने परिवार में काफी सकेती में से होकर गया हुआ एक व्यक्ति है। അമ്മയുടെ ഇടയിലെ വേർകൃത്യങ്ങൾ, माता पिता के बीच में जो भेदभाव था, സഹോദരങ്ങളുടെ ഇടയിലെ വേർകൃത്യങ്ങൾ, भाइयों के बीच में जो उसके लिए एक भेदभाव था, വൃത്തിയാല് എല്ലാം വീടും നാടും വിട്ട് കാട്ടിന്റെ അകത്ത് പോകേണ്ട അനുഭവങ്ങൾ, घर बार छोड़कर उसे जंगल में जाना पड़ा। എത്രയോ ഞെരുക്കങ്ങളിലൂടെ താൻ പോകേണ്ട വന്നു. देखो कितने ही सकेतियों में से होकर उसे गुजरना पड़ा है। അവിടെയും ദൈവത്തോട് പ്രാർത്ഥിക്കുകയും പാടുകയും ചെയ്ത ഒരു വിശാലതയ്ക്ക് വേണ്ടി കരഞ്ഞൊരു മനുഷ്യനാണ് ദാവീദ്. मगर दाऊद अपने अनुभव में, अपनी अवस्थाओं में, उस सकेती में परमेश्वर से उसने प्रार्थना की थी, है प्रभु मुझे एक विशालता में ले जा। അയാൾ താൻ കല്ലിനോടും മരത്തോടും മൃഗത്തോടും മനുഷ്യനോടും അല്ല പ്രാർത്ഥിച്ചത്, താൻ ജീവനുള്ള ദൈവത്തോടെ പ്രാർത്ഥിച്ചത് കൊണ്ട് തന്റെ ആഗ്രഹത്തെ ദൈവം സബലീകരിച്ചു. हालेलुया। दाऊद ने ना तो पेड़ पौधे से, पत्थरों से या किसी मनुष्यों के सामने उसने प्रार्थना नहीं की थी। उसने अपनी जरूरतों को, अपनी प्रार्थनाओं को परमेश्वर से की, इसलिए उसकी अवस्थाओं को प्रभु ने बदल दिया। ആ കാട്ടിന്റെ അകത്തുള്ള തന്റെ നെടുവീർപ്പുകളെ ദൈവം കണ്ടു. उस जंगल में हालेलुया उसके जीवन के संघर्षों को परमेश्वर ने देखा। തന്റെ നിലവിളികളെ ദൈവം കേട്ടു. उसकी प्रार्थनाओं को परमेश्वर ने सुना। തന്റെ എല്ലാ അഭയാചനകളെയും ദൈവം അംഗീകരിച്ചു.
और दाऊद के हर एक विनतियों को हालेलुया परमेश्वर ने स्वीकार कर लिया। തന്റെ ഞെരുക്കങ്ങളെ കർത്താവ് മാറ്റി. पर തനിക്ക് ദൈവം കൊടുത്ത വിശാലത എന്ന് പറയുന്നത് ഭയങ്കര വിശാലതയാണ് ദൈവം കൽപ്പിച്ചു കൊടുത്തത്. परमेश्वर ने हर एक सकेती में से दाऊद को बाहर निकाला। जो विशालता प्रभु ने उसको दिया था वो बहुत ही बड़ा था प्रियो। 100% വിശാലതയെ തന്റെ ജീവിതത്തിൽ ദൈവം കൽപ്പിച്ചാക്കി. 100% एक बढ़ोतरी को, एक विशालता को परमेश्वर ने दाऊद के जीवन में दिया। നിങ്ങൾക്കറിയാലോ, ഒരു രാജ്യത്തിന്റെ രാജാവിന് അനുഭവിക്കുന്ന വിശാലത വാക്കുകൾ കൊണ്ട് വർണ്ണിക്കുന്നതിന്റെ അപ്പുറത്താണല്ലോ. आप लोग जानते हैं एक राज्य में या फिर एक देश का राजा बनना वो का अपने जो विशालता है वो अपने शब्दों से बढ़कर है। പ്രത്യേകാൽ താൻ കാട്ടിൽ അനുഭവിച്ച ഞെരുക്കങ്ങളെല്ലാം ദൈവം മാറ്റി. देखो जंगल में जिन सकेतियों का दाऊद ने अनुभव किया था उन सारे अनुभवों को प्रभु ने मिटा दिया। നാട്ടിലും വീട്ടിലും ഒക്കെ താൻ പല മേഖലയിൽ അനുഭവിച്ച സകല ഞെരുക്കങ്ങളെയും കർത്താവ് മാറ്റി. अपने घर बार में, आस पड़ोस में जितनी सकेती को दाऊद ने सहा उन सारी अवस्थाओं को प्रभु ने बदल दिया। വിശാലമായ അനുഭവത്തിലേക്ക് ദാവീദിനെ ദൈവം നടത്തിയെങ്കിൽ परमेश्वर ने यदि दाऊद को उस विशाल अनुभव में वो लेकर आए हैं, എന്നോട് ചേർന്ന് വിശ്വസിക്കുന്നവരൊന്ന് സ്തോത്രം പറഞ്ഞാട്ടെ. मेरे साथ विश्वास करने वाले लोग परमेश्वर को धन्यवाद देंगे प्रियो। കാതുകളിൽ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവശബ്ദം വിശാലത വരുത്തുന്ന ഒരു ദൈവമുണ്ടെന്ന്. आपके कानों में हालेलुया जो परमेश्वर की आवाज को आप सुन रहे हैं कि विशालता देने वाला एक परमेश्वर है। കഴിഞ്ഞ ദിവസങ്ങൾ ദിനവൃത്താന്ത പുസ്തകത്തിൽ നമ്മൾ കേട്ടല്ലോ, എബേസ് ദൈവത്തോട് പ്രാർത്ഥിച്ചില്ലേ? और पिछले दिनों में हालेलुया हमने इतिहास के पुस्तक में पढ़ा कि येबेस ने परमेश्वर से प्रार्थना की സഹോദരങ്ങളെക്കാൾ ഞാൻ മാന്യനാണ്, और उसने प्रार्थना की कि मैं अपने भाइयों में आदर योग्य हूँ, പക്ഷെ ഏതൊക്കെ കാരണത്താൽ എനിക്കൊരു വിശാലതയില്ല, मगर किसी ना किसी कारणवश मेरे जीवन में कोई विशालता नहीं है, അനുഗ്രഹമില്ല. आशीषें नहीं है। പക്ഷെ താൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. मगर येबेस ने परमेश्वर से प्रार्थना की। സർവശക്തനായ ദൈവം എബേസിന്റെ പ്രാർത്ഥന കേട്ട് തന്റെ അതിരുകളെ വിസ്താരപ്പെടുത്തി തന്റെ മേൽ ദൈവത്തിന്റെ കരമിറങ്ങി വലിയൊരു വിശാലതയിലേക്ക് ദൈവത്തിന്റെ ദാസനെ ദൈവം നടത്തിയില്ലേ? सर्वशक्तिमान परमेश्वर ने येबेस की प्रार्थनाओं को सुनकर उसके जीवन के हर एक सकेती में से प्रभु ने बाहर निकालकर एक बड़ी विशालता की और परमेश्वर उसको लेकर आया है। ദാവീദിനോട് ചോദിക്ക്, വിശാലതയ്ക്ക് വേണ്ടി ഞങ്ങൾ എന്ത് ചെയ്യണം? दाऊद से पूछे कि विशालता के लिए हमें क्या करना है। അദ്ദേഹം പറഞ്ഞു, പ്രാർത്ഥിച്ചാ മതി. दाऊद बोलेगा कि केवल प्रार्थना करो, പ്രാർത്ഥിച്ചാ മതി. बस प्रार्थना करो। എബേസിനോട് ചോദിക്കുക, നിന്റെ സാഹചര്യങ്ങൾ എങ്ങനെയാ മാറിയത്, ഇത്രയും വലിയ വിശാലതകൾ എങ്ങനെയാ നിനക്ക് വന്നത്? അദ്ദേഹം പറയും, പ്രാർത്ഥിച്ചാ മതി. एबेस से भी हम पूछेंगे कि है भाई हालेलुया ये आपके जीवन की सकेती दूर कैसे हुई, विशालता कैसे मिला? वो बोलेगा कि प्रार्थना करो। ദൈവത്തിന്റെ കൈ ഒന്ന് ജീവിതത്തിൽ വരാൻ പറഞ്ഞാ മതി. केवल इतना आप परमेश्वर को बोलो कि परमेश्वर के छुटकारे का हाथ हमारे ऊपर आने पाए। രണ്ട് രാജാക്കന്മാരുടെ പുസ്തകത്തിന്റെ 6-ാമത്തെ അധ്യായത്തിന്റെ അകത്ത് അനുഗ്രഹിക്കപ്പെട്ട ഒരു ഭാഗമുണ്ട്. दूसरे राजाओं के पुस्तक 6वें अध्याय में एक आशीषित वचन हम देख सकते हैं। 6-ാം അധ്യായത്തിന്റെ അകത്ത് ദൈവത്തിന്റെ പ്രതിനിധിയായിട്ട് ഏലീശ നിൽക്കുമ്പോൾ हालेलुया 6वें अध्याय में यहोवा के ये परमेश्वर के प्रतिनिधि के रूप में जब एलीशा खड़े हैं, ആ ഏലീശയോട് വന്ന് പ്രഭാശിഷ്യന്മാർ പറയുക, ഞങ്ങൾ പാർക്കുന്ന സ്ഥലം ഞങ്ങൾക്ക് ഇടുക്കമാണ്. उस एलीशा से आकर भविष्यवक्ता के चेलों में से कुछ आकर कहते हैं कि जहां हम रहते हैं वो जगह काफी छोटी है। അങ്ങനെ ഒന്ന് അനുവദിച്ചാട്ടെ, യോർദാൻ വരെ പോയി മരങ്ങളെ മുറിച്ച് വലിയൊരു വീട് ഈ സ്ഥലത്തുണ്ടാക്കാൻ ഒന്ന് അനുവദിച്ചാട്ടെ. आप हमें अनुमति दे ताकि हम यर्दन तक जाकर हालेलुया वहां से पेड़ों को या फिर लकड़ियों को काट कर ले आए और हम अपने घरों को बड़ा बनाएं। പണ്ടും ആ സ്ഥലത്ത് തന്നെ അവർ താമസിച്ചത്, पहले भी वो वहीं पर रहते थे, പക്ഷെ ഇപ്പോൾ അവർക്ക് അത് ഇടുക്കമാണ്. मगर अभी उनके लिए वो छोटा लगने लगा है। ഒരുപക്ഷെ പ്രഭാശിഷ്യന്മാരുടെ എണ്ണം വർദ്ധിച്ചു കാണാം, हो सकता है कि भविष्यवक्ता चेलों की गिनती बढ़ गई होगी, പക്ഷെ നമുക്ക് അതിന്റെ ആത്മീയ അർത്ഥത്തിലേക്ക് തന്നെ പോകാം. मगर हम उस वचन के आत्मिक अर्थ की ओर हम जाएंगे। പ്രിയരെ, മൈൻഡിന്റെ അകത്ത് ദൈവം ചില വിടുതലുകൾ ചെയ്യുമ്പോഴാണ് ജനം വിശാലതയ്ക്ക് വേണ്ടി ചിന്തിക്കുന്നത്. प्रियो, जब माइंड में या हमारे बुद्धि में परमेश्वर जब छुटकारा देता है, मनों में जब छुटकारा देता है, तभी लोगों के अंदर विशालता के लिए एक इच्छा आती है। ഡെലിവറൻസിന്റെ ചിന്തകൾ ഉണ്ടാകുമ്പോൾ ഓർത്തോണം, മൈൻഡിൽ എവിടെയൊക്കെയോ ദൈവത്തിന്റെ ആത്മാവ് ഇടപെട്ടു തുടങ്ങി. और छुटकारे के हालेलुया काम जब हम देखना शुरू करते हैं तो समझ लीजिएगा कि परमेश्वर ने हमारे मनों में कहीं ना कहीं काम किया है। ആദ്യം എല്ലാവരുടെ മൈൻഡിൽ ഒരു വിടുതൽ സംഭവിച്ചിട്ടുണ്ട്. सबसे पहले मनों में एक छुटकारा होना जरूरी था। ഇന്ന് ഈ ദിവസം പരിശുദ്ധാത്മാവിൽ പറയുന്നു, ചില മൈൻഡുകളിൽ കർത്താവ് വിശാലതകൾ, ഇടുക്കങ്ങൾ മാറ്റി ചില മനസ്സുകളിൽ വിശാലത കർത്താവ് കൽപ്പിക്കാൻ പോവുകയാണ്. अगर ऐसा है तो परमेश्वर की आत्मा आज के दिन कह रही है, लोगों के मनों में जो सकेती है हालेलुया उस सकेती को हटाकर परमेश्वर एक विशालता मनों में देने जा रहा है। ഒരു ചിന്തിക്കുക, ഈ വീട് മാറ്റണം. इन लोगों ने सोचा कि हमें अपना घर बदलना है। യോർദാൻ വരെ പോയിട്ട് നല്ല മരങ്ങൾ മുറിക്കണം. उन्होंने वो सोचा कि यर्दन तक जाएंगे, अच्छे अच्छे पेड़ों को हम काट कर ले आएंगे, എന്നിട്ട് ഇവിടെ വന്ന് വിശാലമായ ഒരു വീട് പണിയണം. फिर उन लकड़ियों से हम बहुत ही अच्छा एक बड़ा घर बनाएंगे।
അപ്പോൾ അവർ പറയുന്നുണ്ട് നമ്മുടെ കയ്യിൽ അതിനുള്ള ആയുധങ്ങളില്ലല്ലോ. यहाँ पर वो लोग बोलते हैं कि मगर हमारे पास उसके लिए हथियार नहीं है। അവരാദ്യം പ്ലാൻ ചെയ്യുക, നമുക്കത് വാടകയ്ക്ക് എടുക്കണം, വായ്പ വാങ്ങണം. सबसे पहले वो लोग तैयारी कर रहे हैं। उन्होंने बोला हमारे पास है नहीं तो हम जाकर हालेलुया किराए पे लेंगे। അതിനു മുമ്പ് എലീശയുടെ അനുമതി മേടിക്കണം. उससे पहले एलीशा की अनुमति हमें लेनी है। ഇന്ന് നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്ത് വിടുതലുകൾ ആരംഭിക്കുന്നത് ആദ്യം നിങ്ങളുടെ മൈൻഡുകളിലാണ്. हालेलुया। इन दिनों में मैं कहना चाहता हूँ सबसे पहला छुटकारा आपके मनों में आना जरूरी है। പുതിയ പ്ലാനിങ്ങുകൾ കർത്താവ് നിങ്ങളുടെ ലൈഫിൽ വരുത്താൻ പോവുകയാണ്. नए प्लानिंग्स को परमेश्वर आपके जीवन में देने जा रहा है। വിശാലതയ്ക്ക് വേണ്ടിയുള്ള എല്ലാവിധമായിരിക്കുന്ന സോഴ്സുകളും ദൈവം നിങ്ങൾക്ക് വേണ്ടി തുറക്കാൻ പോവുകയാണ്. विशालता के लिए जो कोई हालेलुया सोर्सेस की या स्रोते की जरूरत है उन सारे स्रोतों को परमेश्वर खोलने जा रहा है। വിശ്വസിക്കുക, എല്ലാ ഉറവിടങ്ങളും വിശാലതയ്ക്ക് വേണ്ടി ദൈവം തുറക്കാൻ പോകുന്നു. हर एक स्रोता परमेश्वर आपकी विशालता के लिए खोलने जा रहा है। അവർ ചെന്ന് നേരിട്ട് വന്ന് അവർ ദൈവത്തിന്റെ പ്രതിനിധിയായ ദൈവത്തിന്റെ പ്രവാചകനോട് പറഞ്ഞു. हालेलुया। परमेश्वर की प्रतिनिधि जो भविष्यवक्ता वहां पर थे उन लोगों ने आकर उन भविष्यवक्ता को अपनी बात बताई। പ്രവാചകന്മാർക്കറിയാം എലീശയ്ക്കകത്ത് ദൈവത്തിന്റെ അംശമുണ്ട്. क्योंकि भविष्यवक्ता चेले जानते थे कि एलीशा के अंदर परमेश्वर का एक भाग है। ഹല്ലേലൂയ. हालेलुया। ദൈവം ഇറങ്ങി നിൽക്കുന്ന പ്രവാചകനാണ് എലീശ. एलीशा हालेलुया। परमेश्वर अपने आप ही एलीशा के अंदर वास करते थे। നിയമത്തിലെ ക്രിസ്തുവിന്റെ നിഴലായിട്ട് എലീശ നിൽക്കുക. नए नियम में यीशु मसीह की परछाई के रूप में पुराने नियम में एलीशा खड़े हैं। കണ്ടില്ലേ, അവർ പറയുന്ന ഒരു പ്രാർത്ഥനാ വാചകം പോലെ പറയുന്നത്, ഞങ്ങൾ താമസിച്ച സ്ഥലം എടുക്കുക, ഞങ്ങൾക്കൊരു വിശാലത വേണം. देखो एक प्रार्थना के समान वो लोग आकर कह रहे हैं कि जहां हम रहते हैं वो जगह हमारे लिए बहुत छोटा है, हमें विशालता चाहिए। യോർദാനോളം ചെന്ന് മരം മുറിച്ചുകൊണ്ട് വന്ന് വീട് പണിയാൻ ഞങ്ങളെ അനുവദിക്കണം. और यर्दन तक हमें जाकर बल्ली लाकर हालेलुया एक अच्छा घर या रहने का स्थान बनाने के लिए आप हमें अनुमति दे। ഉടനെ ദൈവം എലീശയിലൂടെ അവരോട് പറയിച്ചു, പോകാൻ ആവശ്യപ്പെട്ടു. तुरंत परमेश्वर ने एलीशा से बुलवाया कि हाँ ठीक है चलते हैं। ഇന്ന് എന്നെ കേൾക്കുന്ന കർത്താവിന്റെ മക്കളെ, आज मुझे सुनने वाले परमेश्वर के प्रियो, ഈ ദിവസങ്ങളിൽ നിങ്ങൾ ദൈവത്തോട് പറഞ്ഞാൽ, इन दिनों में परमेश्वर से जो कुछ आप कहते हो, എല്ലാ വിശാലതയ്ക്ക് വേണ്ടിയുള്ള സകല കാര്യങ്ങൾ കർത്താവ് തുറന്നു തരാൻ പോകുകയാണ്. हर एक विशालताओं के लिए परमेश्वर हर एक मार्गों को खोलने जा रहा है। ഹല്ലേലൂയ. हालेलुया। നിങ്ങളുടെ വഴികളെ കർത്താവിൽ ഫലമേൽപ്പിച്ചാൽ, आपके मार्गों को यदि प्रभु के हाथों में समर्पित करेंगे, അത് നല്ലതാണെങ്കിൽ സബലീകരിക്കുന്ന ഒരു ദൈവമുണ്ട്. वो अगर अच्छे स्वप्न है, अच्छी बातें हैं तो जरूर परमेश्वर उसको पूरा करेगा। അകത്ത് എന്തെങ്കിലും ദോഷം മറഞ്ഞിരിപ്പുണ്ടെങ്കിൽ വേണ്ടെന്ന് പറയുന്ന ഒരു ദൈവമുണ്ട്. अगर उसमें कोई बुराइयां छुपी हुई है तो उसको परमेश्वर मना भी कर देगा। ഹല്ലേലൂയ. എലീശയോട് വിഷയം പറയുമ്പോൾ അവർക്ക് അതിന്റെയുള്ള അനുമതി കൊടുക്കുക. एलीशा से जब उन लोगों ने अपने विषय को बताया तो एलीशा ने उसकी अनुमति उन्हें दी അവർ കോടാലിയൊക്കെ വായ്പ വാങ്ങിച്ചവർ യാത്ര ചെയ്യുന്നു. और उन्होंने कुल्हाड़ी को उधार लिया और वे लोग उस के लिए यात्रा करने लगे। അതിന്റെ അകത്ത് അവർ എലീശയെ വിളിക്കാൻ മറക്കുന്നില്ല. मगर वे लोग एलीशा को बुलाने के लिए वो नहीं भूलते हैं। ദിവസങ്ങളിൽ ഒരു പ്രാർത്ഥന മാത്രമല്ല ദൈവത്തോട്, इन दिनों में केवल परमेश्वर से प्रार्थना ही नहीं, മറിച്ച് നിങ്ങൾ പോകുന്ന ഓരോ വഴികളിലും അവനെ വിളിച്ചുകൊണ്ടേ പോകാവൂ. मगर आप जिस मार्ग में जाते हो उस परमेश्वर को आप साथ लिए ही जाइएगा। മോശ പറയുന്ന പോലെ ആ സാന്നിധ്യം ഞങ്ങളുടെ കൂടെ വരുന്നില്ലെങ്കിൽ ഞങ്ങൾ പോകുന്നില്ല. मूसा ने जिस प्रकार कहा यदि आपकी उपस्थिति हमारे साथ ना आए तो हम नहीं जाएंगे। ആ സാന്നിധ്യത്തെ കൊണ്ടേ പോകാവൂ. हाँ, उस परमेश्वर की उपस्थिति को लेकर ही जाइएगा। ആ വിശാലതയ്ക്ക് വേണ്ടി പോകുന്ന ദൈവദാസന്മാർ അവർ എലീശയെ വിളിക്കാൻ മറന്നില്ല. उस विशालता की ओर जाने वाले परमेश्वर के दासों ने एलीशा को बुलाना वे लोग नहीं भूले। വായ്പ വാങ്ങിച്ച ആയുധവുമായിട്ട് അവർ യാത്ര ചെയ്തു. देखो जो हालेलुया कुल्हाड़ी उन्होंने किराए पे लिया था उसको लेकर वो यात्रा करने लगे। അറിയാം, യോർദാനിൽ വെച്ച് വിശാലതയ്ക്ക് വേണ്ടി മരം മുറിക്കുമ്പോൾ അതിലൊന്ന് യോർദാനിലേക്ക് പതിക്കപ്പെടുന്ന ഒരു ഭാഗം നമ്മൾ വായിച്ചിട്ടുണ്ട്. और हम वहां पर नीचे की ओर पढ़ते हैं जब वो लकड़ी काट रहे थे उस समय हालेलुया एक व्यक्ति के हाथ से कुल्हाड़ी का बेट जो है निकल कर पानी में गिर जाता है। ദിവസങ്ങളിൽ ദൈവമക്കളെ, ദൈവം നമുക്ക് തന്നതെല്ലാം വായ്പയാണ്. हालेलुया इन दिनों में जो कुछ प्रभु ने हमें दिया है वो सब कुछ हालेलुया हमने मांगा हुआ है। നാം വിശാലതയ്ക്ക് വേണ്ടി അത് ഉപയോഗിക്കുന്നതിൽ ദൈവത്തിന് സന്തോഷമുണ്ട്. हम विशालता के लिए जो उसका इस्तेमाल करते हैं परमेश्वर उससे बेहद खुश है। എന്തിനേറെ പറയുന്നു, നാം ജീവിക്കുന്ന, നമ്മൾ ഉടുക്കുന്ന വസ്ത്രം തൊട്ട് കഴിക്കുന്ന ആഹാരം തൊട്ട് നാം കിടക്കുന്ന കിടപ്പാടം തൊട്ട് എല്ലാം ദൈവം തന്ന വായ്പയാണ്. हम जो कपड़े पहनते हैं, जो हालेलुया खाना खाते हैं, जिस घर में हम रहते हैं, सब कुछ परमेश्वर का दिया हुआ दान है। എല്ലാം ദൈവത്തിന്റെ ദാനമാണ്. ये सब कुछ प्रभु का दिया हुआ दान है।
ഇതൊക്കെ ദൈവത്തിന്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് അനുഭവിക്കുമ്പോൾ ദൈവത്തോട് നന്ദിയുള്ളവരാകട്ടെ. इन सबको परमेश्वर के हाथों से जब हम पाकर हम अपने जीवन में अनुभव करते हैं, परमेश्वर के लिए एक धन्यवादी हृदय हमारे अंदर होना है। വിശാലതയ്ക്ക് വേണ്ടി ഒത്തിരി ആയുധങ്ങൾ ദൈവം വെച്ചിട്ടുണ്ട്. विशालताओं के लिए परमेश्वर ने अनेक हथियारों को रखा है। ഇവര് കൊണ്ടുപോയത് കോടാലിയ. ये लोग कुल्हाड़ी लेकर गए थे। പക്ഷെ ഇതൊന്നും സ്വന്തമല്ല, ये सब अपना नहीं है, ഇത് തിരിച്ചു കൊടുക്കേണ്ടതാ. ये सब कुछ लौटाना है। ദിവസങ്ങളിൽ ദൈവം തന്ന ശുശ്രൂഷകൾ ദൈവം വായ്പ തന്നതാ. इन दिनों में सेवकाई जो प्रभु ने दी है वो किराए पर उसने दिया है। വിശാലതയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നതിൽ ദൈവത്തിന് സന്തോഷമേ ഉള്ളൂ. हमारी बढ़ोतरी के लिए, विशालता के लिए जो हम इस्तेमाल करते हैं, परमेश्वर उससे बेहद खुश है। ഇതൊക്കെ തിരിച്ചേൽപ്പിക്കേണ്ട ഒരു കാലമുണ്ട് പ്രിയരെ. मगर ऐसा एक समय, एक दिन आएगा प्रियो, जो कुछ हमने पाया है वो सब कुछ हमें लौटाना पड़ेगा। പക്ഷെ ദൈവം നിനക്ക് തന്ന ഒരു പാട്ടായിരിക്കാം, അത് വിശ്വസ്തയോടെ ചെയ്യുക. हो सकता है कि एक गीत होगा जो प्रभु ने आपको दिया है, विश्वास योग्य रहे। പ്രസംഗമായിരിക്കാം, വിശ്വസ്തയോടെ ചെയ്യുക. प्रचार होगा, हो सकता है उसको विश्वास योग्यता के साथ करे। പ്രാർത്ഥനയുടെ വരമായിരിക്കാം, വിശ്വസ്തയോടെ ചെയ്യുക. प्रार्थना का वरदान होगा, विश्वास योग्यता के साथ उसको निभाए। കൃപാവരങ്ങളായിരിക്കാം, വിശ്വസ്തയോടെ ചെയ്യുക. वरदान होगा जो प्रभु ने दिया है, उसको विश्वास योग्यता के साथ उसको इस्तेमाल करे। അതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ വിശാലത നേടുന്ന ദൈവത്തിന് സന്തോഷമാണ്. उन सारे वरदानों को, उन सारी आशीषों को लेकर हम जो विशालता पाते हैं, प्रभु उसमें बेहद खुश है। ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നതിന്റെ ഇടയിലാണ് അത് ഊരി കോടാലി, അത് അല്ലിയ, അത് യോർദാനിൽ പോയെങ്കിലും ദൈവം കൂടെ ഉണ്ടോ, ദൈവം തിരിച്ചു തരും. देखो हालेलुया, पूरे मन के साथ, पूरे लगन के साथ हालेलुया मेहनत करते समय वो कुल्हाड़ी बेट से निकलकर अगर पानी में गिरा भी क्यों ना हो, मेरा परमेश्वर यदि आपके साथ है तो वो जरूर लौटा देगा। അറിഞ്ഞുകൊണ്ടാണെങ്കിൽ അത് നാം ദൈവത്തോട് ചോദിക്കേണ്ടി വരും. यदि हमने जानबूझ के पानी में उसको फेंका है तो परमेश्वर से हमें विनती करनी पड़ेगी। ഞാൻ വിശ്വസിക്കുന്നവരന്ന് യോർദാനിലെ മരങ്ങളൊക്കെ മുറിച്ചു. मैं विश्वास करता हूं कि यर्दन के नदी के तट पर जितने पेड़ खड़े थे सबों को उन्होंने काट लिया होगा। മുഴുവനും അവർ താമസിച്ച സ്ഥലത്ത് തിരിച്ചു കൊണ്ടുവന്നു. जितने हालेलुया पेड़ों को उन्होंने काटा, जहां पर वे लोग रहते थे वहां पर वो लेकर आ गए। വായ്പ വാങ്ങിച്ചതെല്ലാം തിരിച്ചു കൊടുത്തു. जो कुछ कर्ज लिया था, किराए पे लिया था, सब कुछ लौटा दिया। അവരാ ഇടുക്കങ്ങളെല്ലാം മാറ്റി വിശാലമായിരിക്കുന്ന ഒരു വാസസ്ഥലം പണിതു. उनकी सकेतियों को दूर कर कर विशालता में एक अच्छे घर को उन्होंने वहां बनाया। അവർ ചേർന്ന് പറഞ്ഞു കാണാം, ഞങ്ങളുടെ ഇടുക്കങ്ങളെ വിശാലത വരുത്തിയ ദൈവത്തിന് നന്ദി. उन सब लोगों ने मिलकर इस प्रकार बोला होगा कि हमारी सखेती को हालेलुया विशाल करने वाले परमेश्वर को धन्यवाद। ഇത് പറയുമ്പോൾ പരിശുദ്ധാത്മാവിനെ കാണിക്കുക, പല വ്യക്തികളിലും പല കുടുംബങ്ങളിലും ഇതുപോലെ ഇടുക്കങ്ങൾ, വിശാലമാകുന്ന മാർഗങ്ങൾ, വഴികളെല്ലാം കർത്താവ് തുറക്കാൻ പോവുകയാണ്. परमेश्वर की आत्मा मुझे दिखा रही है कि अनेक व्यक्तियों के जीवन में, परिवारों में हालेलुया उनके जीवन में की सखेतियों को दूर करते हुए विशालता के मार्गों को परमेश्वर लोगों के जीवन में खोल रहा है। മൈൻഡുകളിൽ വിടുതൽ ഉണ്ടാകുമ്പോൾ പുതിയ പ്ലാനുകളൊക്കെ സംഭവിക്കാൻ പോകും യേശുവിന്റെ നാമത്തിൽ. मनों में छुटकारा होने जा रहा है, नया आइडिया, नए प्लान्स परमेश्वर आपको देने जा रहे हैं। ദൈവത്തിന്റെ സാന്നിധ്യം കൂടെ ഇരിക്കാൻ പോകുന്നു. परमेश्वर की उपस्थिति आपके साथ रहने जा रही है। എല്ലാ അടഞ്ഞ വഴികൾ തുറക്കാൻ പോകുകയും മുടങ്ങിക്കിടക്കുന്ന സകലത്തിന്റെ മേലും ദൈവത്തിന്റെ വിടുതലിന്റെ കാര്യം സ്പർശിക്കാൻ പോകുന്നു. हर एक बंद मार्ग आपके लिए खुलने जा रहा है, जो बलाइयां रुकी हुई है वो परमेश्वर आपको देने जा रहा है। വിശാലത, വിശാലത, ആമേൻ പറയാമോ നിങ്ങൾക്ക്? विशालता, 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 आमेन बोले। आप लोग मिलकर आमेन बोले। എല്ലാം കർത്താവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. सब कुछ परमेश्वर करना चाहते हैं। എന്താ പുറപ്പാട് പുസ്തകം 3-9 വാക്യം വായിച്ചിരിക്കുന്നത്, എഴുതിയിരിക്കുന്നത്? हालेलुया, निर्गमन के पुस्तक 3 अध्याय के 9वें पद में क्या लिखा है? ഒന്ന് എടുത്ത് നോക്കിയാട്ടെ, പുറപ്പാട് പുസ്തകം 3:9. निर्गमन का पुस्तक 3 अध्याय उसका 9वां पद वचन कहता है, इसलिए अब सुन, इस्राएलियों की चिल्लाहट मुझे सुनाई पड़ी है और मिस्रियों का उन पर अंधेर करना भी मुझे दिखाई पड़ा है। കേൾക്കണം കർത്താവിന്റെ മക്കളെ, ഈ അനുഗ്രഹിക്കപ്പെട്ട ഹോരോബിന്റെ പർവ്വതത്തിൽ ദൈവം പ്രത്യക്ഷനായി നിൽക്കുമ്പോൾ മോശയോട് പറയുന്ന ദൈവത്തിന്റെ വാക്കുകളാണ്. और होरेब के पर्वत पर परमेश्वर जब प्रकट हुए थे उस समय मूसा से कही हुई बातें हैं जो हमने यहाँ पर देखा है। ഇസ്രായേൽ മക്കളുടെ നിലവിളി എന്റെ അടുക്കൽ എത്തിയിരിക്കുക. इसराइलियों की चिल्लाहट को मेरे पास पहुंच चुकी है। മിസ്രയീമ്യർ അവരെ ഞെരുക്കുന്ന വിധവും ഞാൻ കണ്ടിരിക്കുന്നു. मिस्रियों का उन पर अंधेर करना भी मुझे दिखाई पड़ा है। ഇന്ന് നിങ്ങൾ വിശ്വസിക്കുക, നിങ്ങളെ ഞെരുക്കങ്ങളെ മാറ്റി വിശാലതയിലേക്ക് വരുത്തുന്ന ഒരു ദൈവമുണ്ട് കേട്ടോ. हालेलुया, आप विश्वास करें कि आपको हालेलुया तंग करने वाले, आपको दबाने वाले, अंधेर करने वाले अंधकार की शक्तियों को परमेश्वर देख रहे हैं। ഹല്ലേലൂയ. നിങ്ങളെ അല്ലയോ നിങ്ങളുടെ ഞെരുക്കം ദൈവം കാണുകയാണ്. आपकी सकेती को परमेश्वर देख रहा है। നിങ്ങളെ ഞെരുക്കുന്നവരെ ദൈവം കാണുകയാണ്. आपको जो दबा रहे हैं उनको भी परमेश्वर देख रहा है। നിങ്ങളുടെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ എത്തിയിട്ടുണ്ട്. आपकी प्रार्थनाएं परमेश्वर की उपस्थिति में पहुंच चुकी है। ഒരു നിമിഷം ഇനി അല്ലേ അടങ്ങിയിരിക്കത്തില്ല കർത്താവ്. परमेश्वर एक और पल अब चुपचाप नहीं बैठे रहेंगे।
50-ാം വയസ്സിൽ മോശയെ ദൈവം ഹോരോബിലേക്ക് വലിച്ചു കയറ്റിയിട്ട് ദൈവം പറഞ്ഞു, വേഗത്തിൽ പുറപ്പെടുക, എന്റെ ജനത്തിന്റെ നിലവിളി ഞാൻ കേൾക്കുക. मूसा जब 80 साल का था उस समय परमेश्वर ने उस पर्वत की ओर उसको बुलाया और उससे कहा कि अब जल्दी से निकल जा, क्योंकि मैंने अपने लोगों की आवाज को सुन लिया है. 7-ാം വാക്യം, മിസ്രയീമിലെ എന്റെ ജനത്തിന്റെ കഷ്ടത ഞാൻ കാണുന്നു. 7वें पद में लिखा है कि मिस्र में मैंने अपने लोगों के दुखों को देखा है മേൽവിചാരകന്മാർ നിമിത്തമുള്ള അവരുടെ നിലവിളി ഞാൻ കേൾക്കുന്നു. और हालेलुया सताने वाले लोगों के द्वारा उनकी चिल्लाहट को हालेलुया मैंने सुन लिया है. അവരുടെ സങ്കടങ്ങൾ ഞാൻ അറിയുന്നു കേട്ടോ. उनके दुखों को मैं जानता हूँ. പ്രിയരേ, നിങ്ങളുടെ സങ്കടങ്ങൾ അറിയുന്ന ഒരു കർത്താവുണ്ട്. प्रियो आपके दुखों को जानने वाला एक परमेश्वर है. മിസ്രയീമിന്റെ കയ്യിൽ നിന്ന് വിടുവിക്കുവാനും ആ ദേശത്ത് നിന്ന് നല്ലതും വിശാലവുമായ ഒരു ദേശത്തേക്ക്, പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് അവരെ കൊണ്ടുവരുവാനും ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു. हालेलुया उस मिस्र के देश में से हालेलुया उससे एक बेहतर देश की ओर, जिस देश में हालेलुया दूध और दाख मधु बहता है, उसकी ओर लेकर जाने के लिए मैं वहां उतर कर आ चुका हूं. ഇന്ന് കടക്കുന്ന ദേശത്തിൽ നിന്ന്, आज जिस देश में आप लोग पड़े हैं, ഇന്ന് നിങ്ങളായിരിക്കുന്ന ആ ഞെരുക്കങ്ങൾക്കകത്തുനിന്ന്, आप जिस सकेती में आज जी रहे हैं, യോബിന്റെ പുസ്തകം പറയുന്നത് കഷ്ടതയുടെ വായിൽ നിന്ന്, अय्यूब की पुस्तक इस प्रकार कहता है कि कष्टता के मुंह से വിശാലമായ ഒരു അനുഭവത്തിലേക്ക് ദൈവം നടത്താൻ പോവുകയാണ്. विशाल एक अनुभव की ओर परमेश्वर हमें लेकर जा रहा है. ഒന്ന് സന്തോഷത്തോടെ സ്തോത്രം പറയാമോ? खुशी के साथ हम प्रभु को धन्यवाद दे. വളരെ കഷ്ടതയുടെ വായിൽ നിന്ന് ദൈവം ഇറക്കാൻ പോവുകയാണ്. परमेश्वर कुछ लोगों को हालेलुया कष्टता के क्लेशों के मुंह से निकाल रहा है. എല്ലാ മിസ്രയീമർ അകത്തുനിന്ന് വരുന്ന എല്ലാ ഞെരുക്കങ്ങളും ദൈവം നമ്മളെ വിടുവിക്കാൻ പോവുകയാണ്. मिस्री लोगों के और से आने वाले हर एक दबाव को, सताव में से परमेश्वर निकाल रहा है. വിശാലതയുള്ള ദേശത്തേക്ക് ഇസ്രായേൽ ജനത്തിന്റെ കാൽച്ചൂടുകളെ വെപ്പിച്ച ദൈവം നമ്മളെ അങ്ങനെ നടത്താൻ പോകുന്നു. उस विशाल देश की ओर जिस प्रकार इसराइलियों को परमेश्वर लेकर गया, वैसे परमेश्वर हमें लेकर जा रहा है. ഇസ്രായേലിന്റെ മുമ്പിൽ നിന്ന് കനാനിയരെ നീക്കം ചെയ്ത ദൈവം, हालेलुया इसराइलियों के सामने से कनानियों को दूर करने वाला परमेश्वर നമ്മുടെ വിശാലതയ്ക്കെതിരെ നിൽക്കുന്ന എല്ലാ കനാനിയരെയും ദൈവം നീക്കം ചെയ്യും. हमारे सामने, हमारी विशालता के आगे खड़े हुए हर एक कनानियों को परमेश्वर दूर എല്ലാ करेगा. ഹിത്യരെയും ദൈവം നീക്കം ചെയ്യും. हर एक हित्तियों को प्रभु दूर करेगा. എല്ലാ അമോര്യരെയും ദൈവം മാറ്റം ചെയ്യും. हर एक अमोनियों को परमेश्वर दूर कर देगा. ഫെരിസ്യരെ ദൈവം നീക്കം ചെയ്യും. फरीसियों को परमेश्वर दूर कर देगा. ഹിവ്യരെ ദൈവം നീക്കം ചെയ്യും. लिवियों को परमेश्वर दूर कर देगा. യെബൂസ്യരെ ദൈവം നീക്കം ചെയ്യും. यबूसियों को परमेश्वर हटा देगा. എല്ലാ മിസ്രയീം ശക്തികളെ ദൈവം നമ്മുടെ മുമ്പിൽ നീക്കം ചെയ്യും. हर एक मिस्री शक्तियों को परमेश्वर हमारे आगे से हटाएगा. ഭയങ്കര വിശാലത. बहुत बड़ी विशालता. ഒരുമിച്ച് സ്തോത്രം ചെയ്യാമോ നിങ്ങൾക്ക്? सब लोग मिलकर धन्यवाद कर सकते हैं. അനുഗ്രഹിക്കപ്പെട്ട ദാവീദ് തന്റെ സങ്കീർത്തനം 4-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ പറഞ്ഞതുപോലെ 2020-21 നമ്മുടെ സാക്ഷ്യത്തെ ദൈവം തിരിക്കാൻ പോകുകയാ. ഞെരുക്കത്തിൽ ഇരുന്നപ്പോൾ ദൈവമേ നീ ഞങ്ങൾക്ക് വിശാലത വരുത്തിയല്ലോ. 2020-2021 में परमेश्वर हालेलुया हमारे जीवन की गवाहियों को भी बदलने जा रहे हैं. जिस प्रकार दाऊद ने कहा, जब मैं सकेती में पड़ा हुआ था, मुझे सहारा दिया, विशालता की ओर प्रभु लेकर गया. ഭയങ്കരമായ ഒരു ദൈവശക്തി ഇന്ന് രാവിലെ ഇറങ്ങി വരികയാണ്. आज सुबह के समय परमेश्वर की वो महान सामर्थ उतर कर आ रही है. എന്നോട് ചേർന്നത് അനുഭവിക്കുന്നവർക്കാണ് ഞാൻ സ്തോത്രം ചെയ്യുന്നു. मेरे साथ जितने लोग उस परमेश्वर की उपस्थिति का अनुभव कर रहे हैं, उनके लिए मैं प्रभु का धन्यवाद करता हूँ. വിശാലത വരുത്തുന്ന ദൂതന്മാർ നമുക്ക് വേണ്ടി ഇറങ്ങി വന്നിട്ടുണ്ട്. विशालता को देने वाले स्वर्गदूत आज हमारे लिए उतर कर आए हुए हैं. ഒന്ന് സ്വീകരിച്ചാട് ദൈവമക്കൾ. परमेश्वर के लोग उन वचनों को स्वीकार करें. ആത്മീയ മേഖലയിലാണോ വിടുതൽ വേണ്ടത്, അവിടെ അത് സംഭവിക്കാൻ പോകുന്നു. आत्मिक मंडली में आपको छुटकारा चाहिए तो वहां पर होने जा रहा है. ഭൗതിക വിഷയത്തിലാണോ വിടുതൽ ആവശ്യം, ദൈവം അത് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. भौतिक मंडली में आपको छुटकारा चाहिए, परमेश्वर आपके लिए करने जा रहा है. ടെസ്റ്റ് മണികളെ ദൈവം തിരിക്കാൻ പോകുന്നു നിങ്ങളുടെ ലൈഫിന്റെ. आपके जीवन की गवाहियों को परमेश्वर बदलने जा रहे हैं. ദാവീദിന്റെ ജീവചരിത്രം മാറ്റിയ ദൈവം നിങ്ങളുടെ കുടുംബത്തിൽ ഇറങ്ങിയ दाऊद के जीवन के इतिहास को बदलने वाला परमेश्वर आज आपके परिवार में उतर कर आ रहा है. ഇസ്രായേലിന്റെ മേൽ വിടുതൽ അയച്ച ദൈവം നമുക്ക് വേണ്ടി അങ്ങനെ തന്നെ സംഭവിക്കുന്നു. इस्राएल के ऊपर छुटकारा देने वाला परमेश्वर हमारे जीवन में भी छुटकारे को दे रहा है. പിതാവേ, ഞങ്ങളുടെ മക്കൾക്കായി പ്രാർത്ഥിക്കുന്നു. पवित्र परमेश्वर आपके बच्चों के लिए हम धन्यवाद करते हैं. ദൈവം ചെയ്യുന്ന എല്ലാ വിടുതലുകൾക്കായി സ്തോത്രം. परमेश्वर के किए हुए हर एक छुटकारे के लिए हम धन्यवाद करते हैं. ഞങ്ങൾ ഈ ജനത്തെ അനുഗ്രഹിക്കുന്നു. हम इन लोगों को आशीषित करते हैं. ഒരു കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ട ये प्रभु में आशीषित होने पाए. വ്യക്തിപരമായി, കുടുംബമായി, സഭയായി,
ദേശമായിട്ട് व्यक्तिगत रूप से, पारिवारिक रूप से, कलीसिया तौर पर, देश के साथ ദൈവിക വിശാലതയിലേക്ക് ഇവർ കടക്കട്ടെ കർത്താവേ. ये लोग परमेश्वर की विशालताओं में प्रवेश करने पाए. അതിന് അനുവദിക്കാത്ത എല്ലാ തടസ്സങ്ങളും അങ്ങയുടെ മക്കളെ വിട്ടു മാറിപ്പോ. उसके विरोध में जो भी रुकावटें हैं सब कुछ दूर होने पाए. പിതാവിന്റെ പുത്രന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അങ്ങയുടെ മക്കളെ അനുഗ്രഹിക്കുന്നു. पिता, पुत्र, पवित्र आत्मा के नाम से हम आपके बच्चों को आशीषित करते हैं. തന്ന നല്ല ഫെലോഷിപ്പിനായി സ്തോത്രം. हमें दिए हुए अच्छी संगति के लिए धन्यवाद. പരസ്പരം പ്രാർത്ഥിക്കാൻ ദൈവം സഹായിക്കണം. आपस में प्रार्थना करने के लिए प्रभु आप सहायता करें. കർത്താവ് തരുന്ന വിശാലതയ്ക്കായി സ്തോത്രം. परमेश्वर के दिए हुए विशालताओं के लिए धन्यवाद करते हैं. തരാൻ പോകുന്ന വിശാലതയ്ക്കായി സ്തോത്രം. जो विशालता देने पर है उसके लिए हम धन्यवाद करते हैं. വിശ്വാസത്തോടെ ഞങ്ങൾ അത് സ്വീകരിച്ചു കഴിഞ്ഞു. विश्वास के साथ हमने उसको स्वीकार किया है. എല്ലാവരെയും അനുഗ്രഹിക്കണമേ കർത്താവേ. हर एक लोगों को आप आशीषित करें യേശുവിന്റെ നാമത്തിൽ തന്നെ. यीशु के नाम में. ആമേൻ, ആമേൻ. आमेन, आमेन.